ഹായ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പേഷ്യന്റ് ഫ്ലോ കോർഡിനേഷൻ ചാർട്ട്, അതായത് ഗൈനക്കോസ്മെറ്റോളജി എംസെല്ല ചെയറിലേക്ക് വരുന്ന പേഷ്യൻസിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം, റിസപ്ഷനിൽ നിന്ന് എങ്ങനെ സ്വീകരിക്കാം, അവരെ ട്രീറ്റ്മെന്റ് സ്റ്റെപ്പ് വരെ അല്ലെങ്കിൽ അവരെ ഫീഡ്ബാക്ക് എടുക്കുന്നത് വരെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു SOP ആണ് നമ്മളിവിടെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിന് ഈസി ആക്സസ് ആക്കി കൊടുക്കാം. രണ്ട്, അവർക്ക് കൃത്യമായ ടൈം മാനേജ്മെന്റ് ചെയ്തു കൊടുക്കുക, അവരുടെ ഫോളോ അപ്പ് എടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫുട്ഫോൾ കൂട്ടുക. ഇതാണ് നമ്മളുടെ ഈ ഒരു SOP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അറ്റൻഡ് ചെയ്യേണ്ട ആളുകൾ, എല്ലാ റിസപ്ഷൻ സ്റ്റാഫുകളും ഈ SOP വീഡിയോ കാണേണ്ടതായിട്ടുണ്ട്. എല്ലാ റിസപ്ഷൻ സ്റ്റാഫുകൾ, അതേപോലെ തന്നെ നഴ്സിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗിൽ ഈ ഏരിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. രണ്ട് രീതിയിലാണ് നമുക്ക് ഇവർക്ക് പേഷ്യന്റ് വരിക. ഒന്ന്, പ്രീ ബുക്ക് ചെയ്തിട്ട് വരും. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിവ്യൂസും ഇതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റ് പേഷ്യൻസ് ബുക്കിംഗ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ന സംഗതികൾക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്കിംഗ് എടുക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വരാം. രണ്ട്, ഡയറക്റ്റ് വാക്കിൻസ് വരാം. അപ്പൊ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു നോട്ടീസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്റ്റ് വരുന്ന ആളുകൾ ഒന്നുകിൽ അവരുടെ കയ്യിൽ ഇതിന്റെ ഹാർഡ് കോപ്പി ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്ത് വരുന്നവരാണെങ്കിൽ നമ്മൾ അവർക്ക് വാട്സാപ്പിൽ ഇതിന്റെ ഇമേജ് അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അവരുടെ കയ്യിൽ ഇതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടാവും. അപ്പൊ ഇത് കാണിച്ചു തരാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, ഓക്കെ, ഇവരെ നമ്മൾ റീഡയറക്ട് ചെയ്യേണ്ടത് എംസെല്ല പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന ഒരു പേഷ്യന്റ് അവിടെ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യം സ്പെഷ്യൽ കാര്യം ആയതുകൊണ്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഒരു പോർഷനിലുള്ള ഒരു നോട്ടീസ് പോലെ നമ്മളൊരു കിയോസ്ക് അവിടെ വെക്കുന്നുണ്ട്. നമ്മളുടെ ഒരു A4 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ട് അവിടെ വെക്കും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, ഇത് നോക്കിയിട്ട് ഈ പ്രൊസീജിയറിലേക്ക് വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, ഗൈനക്കോസ്മെറ്റോളജിയിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഒന്ന്, പ്രീ ബുക്ക് ചെയ്തിട്ട് വരും, മുൻകൂട്ടി സാധാരണ പോലെ ബുക്ക് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അല്ലെങ്കിൽ ഡയറക്റ്റ് വരും, ഡയറക്റ്റ് വന്നിട്ട് ഇവരുടെ ഈ നോട്ടീസ് കാണിക്കും. ഈ നോട്ടീസ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് 20% ഡിസ്കൗണ്ട് അവരുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ നിന്ന് അവരെ ഗ്രീറ്റ് ചെയ്യുക, പേഷ്യന്റിനെ ഗ്രീറ്റ് ചെയ്യുക. ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ ഗുഡ് ഈവനിംഗ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സാർ മാഡം എന്ന് പറഞ്ഞിട്ട് അവരെ ട്രീറ്റ് ചെയ്യുക. അവരെ അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസ് നോക്കുക, ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ പേരും ഫോൺ നമ്പറും വിസിറ്റിംഗ് പർപ്പസും ചോദിക്കുക. അതിൽ നമ്മൾ വിസിറ്റിംഗ് പർപ്പസ് ചോദിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചോദിക്കലുണ്ട് ഏത് ഡോക്ടറെ കാണിക്കാനാണ് എന്നുള്ളത്. ചിലപ്പോൾ അവർ പറയും. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ റഹ്മത്ത് ഡോക്ടർക്ക് അല്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടേഴ്സിനാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ചിലപ്പോൾ അവർ പറയും, അല്ലെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഇൻ കേസ് നിങ്ങളോട് മുൻകൂട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യൂ ഇപ്പോൾ മാഡത്തിനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ടോക്കൺ നമ്പേഴ്സ് ഡിലേ വരാൻ വഴിയുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനുള്ള ആളുകൾ ഡിലേ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് പെട്ടെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്റ്റ് വരുന്ന പേഷ്യൻസിനെ ഗൈനക്കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ ഗൈനക്കോസ്മെറ്റോളജി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ ഡോക്ടർ മോൻസിക്ക് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് മോൻസി ഡോക്ടർക്ക് പേഷ്യന്റിനെ കാണാം. അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ഡോക്ടർ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ അവർ സാധാരണ വരുമ്പോൾ റഹ്മത്ത് ഡോക്ടർക്കോ അല്ലെങ്കിൽ ജിൽഷ ഡോക്ടർക്കോ ആണ് സാധാരണ ഗൈനക് പേഷ്യൻസ് എടുക്കുക. അവിടെ നിന്നും റീഡയറക്ട് ചെയ്യാറാണ് സാധാരണ നമുക്ക് ഉണ്ടാവുന്നത്. അത് കൂടാതെ ഡയറക്റ്റ് ഇങ്ങനെ വരുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെസിഫിക്കലി ഇന്ന ഡോക്ടറെ കാണിക്കണം എന്നവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് ആയിട്ടും മോൻസി ഡോക്ടറെ എന്താ പറയാ OP യിലേക്ക് വിടാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. രജിസ്ട്രേഷൻ സാധാരണ പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ, ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക, ടോക്കൺ സ്ലിപ്പ് കൊടുക്കുക. ടോക്കണിൽ സ്റ്റാമ്പ് ചെയ്യുന്നില്ല, അതിന് പകരം ലേബിൾ ചെയ്യുക, എംസെല്ല എന്ന് എഴുതി വെക്കുക പ്രൊസീജിയർ. കാരണം എന്താ വെച്ചാൽ ആ നഴ്സിംഗ് സ്റ്റാഫിനെയും ഇത് ഇവരറിയിക്കുക.
ഈ എംസെല്ലെ ഹാൻഡിൽ ചെയ്യുന്ന. ഇപ്പൊ നമുക്ക് നന്ദന സിസ്റ്റർ ആണ് അതിന്റെ പിന്നെ ഹെഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നന്ദന സിസ്റ്റർ ഇൻഫോം ചെയ്യാം. നന്ദന സിസ്റ്റർ ആരാണോ അസൈൻ ചെയ്തിട്ടുള്ളത് അവരെ ഇൻഫോം ചെയ്യുകയും ഇന്ന പേഷ്യന്റ് ഇന്ന സമയത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ ടൈം മുൻകൂട്ടി പറയും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ റിസപ്ഷനിൽ നിന്ന് ഇൻഫോം ചെയ്യും. 3rd ഫ്ലോറിൽ അവരോട് പോയി ഇരിക്കാൻ വേണ്ടി പറയുകയും അവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മളുടെ SOP വർക്ക് ആവുകയും ചെയ്യും. അതായത് ടെക്നിക്കൽ സംഗതികൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് SOP ഉണ്ട്, ഇന്റേണൽ SOP ഉണ്ട്. അത് വർക്ക് ആവുകയും ചെയ്യും. അത് പിന്നെ നഴ്സ് ആൻഡ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത്രയും കാര്യം മനസ്സിലായിണ്ടാവുമല്ലോ. ഒന്ന്, പേഷ്യന്റ് വരുന്നു, പേഷ്യന്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നു, പേഷ്യന്റ് ഡയറക്റ്റ് വരുന്നു. ഡയറക്റ്റ് വരുമ്പോൾ അവരുടെ പിന്നെ പേഷ്യന്റ് അറൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ദെൻ അവർ രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം. രജിസ്റ്റർ ചെയ്തു, നമ്മൾ 2 ടോക്കൺ എടുത്തു. ഒരു ടോക്കണിന് മുകളിൽ എംസെല്ല എന്ന് എഴുതിയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കും. ഓക്കെ, ദെൻ ആ റെലവെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യാം, നഴ്സിംഗ് അസിസ്റ്റ് ചെയ്യാം. അത് പിന്നെ ആരാണോ ഇപ്പോൾ ഓരോ ദിവസവും ഇൻചാർജ് അവരെ എംസെല്ലയിലേക്ക് ഓരോ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടാവും. ആ ഡ്യൂട്ടി ഉള്ളത് ആരാന്ന് അപ്ഡേറ്റ് ചെയ്യാം. ദെൻ അവരിലേക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കാം. ദെൻ ക്യൂ സിസ്റ്റം അല്ലെങ്കിൽ മാനുവൽ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മാനുവൽ രജിസ്റ്റർ ആണ് ഇതിനു വേണ്ടി കീപ്പ് ചെയ്യുന്നത്. ആ പിന്നെ രജിസ്റ്ററിൽ അവരെ പേര് നോട്ട് ചെയ്ത് വെക്കും. അത് പിന്നെ നമ്മുടെ പ്രൊസീജിയർ നടക്കുന്ന റൂമിലാണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ഈ നഴ്സിനെ ഇൻഫോം ചെയ്താൽ മതി. നഴ്സ് എന്ത് ചെയ്യും, 3rd ഫ്ലോറിൽ അവരെ വെയിറ്റ് ചെയ്യുക. ദെൻ വെയിറ്റിംഗ് ഏരിയ കോർഡിനേഷൻ, ഗേറ്റ് പേഷ്യന്റ് അപ്രോപ്രിയേറ്റ് വെയിറ്റിംഗ് ഏരിയ 3ാമത്തെ ഫ്ലോറിലാണ് ഉള്ളത്. വെയിറ്റിംഗ് ഏരിയയിൽ നമുക്ക് അവർക്ക് വരുന്ന സമയം എത്രയെന്ന് അവരോട് പറയാം. കാരണം നമുക്കിപ്പോ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒന്ന് ഗൈനക് ഡോക്ടേഴ്സ് ആണ് അവരെ മീറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവരോട് മുൻകൂട്ടി ഇൻഫോം ചെയ്യുക. പിന്നെ അവരുടെ കംഫർട്ടും പ്രൈവസിയും കീപ്പ് ചെയ്യുക. അവരെ പിന്നെ കൺസൾട്ടേഷന് വേണ്ടി വിളിച്ചു, റൂമിലേക്ക് വിളിച്ചു. അതിനുള്ളിൽ ഉള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് പ്രിന്റഡ് ഡോക്യുമെന്റ് ആയിട്ട് ഡോക്ടേഴ്സിനും അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള സ്റ്റാഫുകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് അവർ ഹാൻഡിൽ ചെയ്തോളും. ഇത് നമുക്ക് റിസപ്ഷൻ ഏരിയയിലേക്കുള്ളത് മാത്രമായതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് അവരെ പിന്നെ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കാം. ദെൻ പേഷ്യൻസിനെ എംസെല്ല റൂം ഏതാണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്യുക. ദെൻ അത് 3ാമത്തെ ഫ്ലോറിലുള്ള സ്റ്റാഫിന്റെ, അത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്. അതേകൂടെ തന്നെ അവരുടെ നഴ്സിംഗ് അസിസ്റ്റ് ചെയ്യാനുള്ള നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാവില്ല കൂടെ, അവരുടെയും റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ്. അവരുടെ റൂം കാണിക്കുക, അവരുടെ റൂമിലേക്ക് വിളിക്കുക. സാധാരണ OP-യിൽ എന്താണോ നടക്കുക അതേ പ്രോസസ് തന്നെ. പിന്നെ പോസ്റ്റ് കൺസൾട്ടേഷൻ ഗൈഡൻസ്. ഇത് പേഷ്യൻസിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത് അവരോട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കോർഡിനേറ്റ് വിത്ത് നഴ്സ് ആൻഡ് ഡോക്ടർ ഫോർ ഫോളോ അപ്പ്. പിന്നെ ഡോക്ടേഴ്സ് അവർ നെക്സ്റ്റ് വിസിറ്റ് എന്നാണ്, നമുക്ക് അതിനൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് പോവുകയും അതിൽ ഇന്നത്തെ സെഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സെഷൻ എന്നാന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അവർ നഴ്സ് തന്നെ, കൂടുതൽ നഴ്സ് തന്നെ അവർക്ക് പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബില്ലിംഗ് പ്രൊസീജിയർ നമ്മൾ സാധാരണ കാഷ്വാലിറ്റി ബില്ലിംഗിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ആണ് ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാവുക, 20 to 30 മിനിറ്റ്സ്. ആ പ്രൊസീജിയർ സമയത്ത് ഇപ്പോ പിന്നെ നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് അവരെ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. കാഷ്വാലിറ്റിയിൽ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. ഓൾറെഡി അവരെ പിന്നെ എന്താ പറയാ ID ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ID പറഞ്ഞു കൊടുത്തിട്ട് ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയാം. ആ ബില്ല് ആ പേഷ്യന്റ് പോകുന്നതിന് മുമ്പ് അവരുടെ കൈ കൊടുക്കുകയും അതായത് നമ്മുടെ റിസപ്ഷനിൽ പോയിട്ട് അവരെ ബില്ല് ചെയ്യിക്കുന്ന ഇതുവരെ അവരെ ജസ്റ്റ് ഫോളോ ചെയ്യുക. ദെൻ അവരെ ബില്ല് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ എന്താ പറയാ അവരുടെ നോട്ടീസ്, ഞാൻ നേരത്തെ കാണിച്ച നോട്ടീസ് അവർ നിങ്ങൾക്ക് കാണിക്കും. ഈ ഒരു നോട്ടീസ് നിങ്ങളെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യുക, 20% ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കുക. എന്നാണ് ഞാൻ നേരത്തെ മുമ്പ് കാണിച്ച നോട്ടീസ്. ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് സെഷനിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുക. എത്രയാണോ അവരുടെ ടോട്ടൽ എമൗണ്ട് അതിന്റെ 20% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് ബില്ലിംഗ് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ റെസിപ്റ്റ് നമ്മൾ പെയ്ഡ് സീൽ അടിച്ചിട്ട് കൊടുക്കുക. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്. അപ്പോൾ തന്നെ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് വെയിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. അവർക്ക് ടോക്കൺ
നമ്പറോ അല്ലെങ്കിൽ റിമൈൻഡർ സ്ലിപ്പോ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സെറ്റപ്പ്. ഇത് നമ്മളുടെ പിന്നെ അത് കഴിഞ്ഞാൽ അവരെ ഫീഡ്ബാക്ക്. ഇത് ഫീഡ്ബാക്ക് ആക്ച്വലി വരുന്നത് നമ്മളുടെ പ്രൊസീജിയർ നടക്കുമ്പോൾ തന്നെ അവിടുന്ന് അവരുടെ കുറച്ച് ഇന്ററാക്ഷൻസിന് വേണ്ടി നമ്മളൊരു SOP പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നഴ്സിന്റെ ഏരിയയിലാണ് വരുന്നത്. ദെൻ ബാക്കിയുള്ള ഫോളോ അപ്പ് നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫോളോ അപ്പും അതിന്റെ ഓൺഗോയിങ്ങിൽ പോവും. പേഷ്യൻസിനോട് താങ്ക്സ് ഫോർ വിസിറ്റ് എന്നുള്ള സംഗതികൾ പറയാം. അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മളുടെ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണ്, ദെൻ നമ്മളുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ വെച്ചുകൊണ്ടാണ് ഈ പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിന്റെ ഒരു വേറെ രൂപം ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞതിന്റെ രൂപം ഞാൻ വേറെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് എന്ന രൂപത്തിൽ. ഇതാണ് നോട്ടീസ്. ഈ നോട്ടീസാണ് അവർ കാണിച്ചു തരിക. നമുക്ക് ഇതിന്റെ പ്രിന്റഡ് ഡോക്യുമെന്റ്സ് റിസപ്ഷനിൽ കിട്ടും. ഇത് കൂടാതെ ഇങ്ങനെ ഒരു ഫ്ലോ, നമ്മൾ ഈ ടോട്ടൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ടോട്ടൽ ഒരു ഫ്ലോ ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈനക് കോസ്മെറ്റോളജി MCLA വന്നാൽ റിസപ്ഷൻ സ്റ്റാഫ് എന്ത് ചെയ്യണം? പേഷ്യന്റ് അറൈവൽ ഗ്രീറ്റ് ചെയ്യുക, അവരെ അപ്പോയിന്റ്മെന്റ് ചെക്ക് ചെയ്യുക, ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഏരിയയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ദെൻ ഈ പേഷ്യന്റ് അറൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ് അവർ വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ ചിലപ്പോ എല്ലാവരും പറയാം ഗൈനക് ഡോക്ടറെ കാണിക്കാനാണെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഡയറക്ഷനിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ റിസപ്ഷൻ ഏരിയയിൽ ഒരു A4 ഷീറ്റിൽ നമ്മളുടെ ഷോ ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, അതായത് ഒരു കിയോസ്ക്, അത് നമ്മൾ വെക്കും. അത് വെച്ചിട്ട് ആളുകൾ ഡയറക്റ്റ് ഇന്ന പ്രൊസീജിയറിനാണെന്ന് പറയുകയാണെങ്കിൽ അവിടുന്ന് അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, രജിസ്ട്രേഷൻ കൃത്യമാക്കി കൊടുക്കുക. സാധാരണ പോലെ തന്നെ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. 3ാമത്തെ ഫ്ലോറിലാണെന്നുള്ള സംഗതികൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ കൺസൾട്ടേഷന് വിളിക്കുമ്പോൾ അത് വിളിക്കാൻ നഴ്സിന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. ഇന്ന ആള് ഇന്ന ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാം. അവരുടെ ടൈം കൂടുതൽ സമയം വെയിറ്റ് ചെയ്യിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും അരമണിക്കൂറാണ് പ്രൊസീജിയർ. അപ്പൊ എന്തായാലും ചെറിയൊരു വെയിറ്റിംഗ് അതിൽ വരും. അത് അവരെ മുൻകൂട്ടി ഇൻഫോം ചെയ്യുക. ഈ വേറെ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് അവരോട് പറയാം. ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അവരുടെ തീരാറാകുമ്പോഴേക്കും അവരുടെ ബില്ല് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇന്ന ദിവസമാണെന്ന് അവരോട് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ഷീറ്റ്, അതായത് SOP പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഷീറ്റ് ഓരോ പേഷ്യൻസിനും ഒരു ഫയൽ പോലെ ഉണ്ട്. അത് അവർ ഫോളോ ചെയ്തോളും. അതിന്റെ ടെക്നിക്കൽ നഴ്സിംഗ് ഏരിയയിൽ ഫോളോ ചെയ്തോളും. ദെൻ അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇന്ന ദിവസമാണെന്ന് പറയാം. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻചാർജസ് ത്രൂ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.